പൗലോസ് എഫെസോസിൽ താമസിക്കുകയും അദ്ദേഹം നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നത് 2 വർഷവും 3 മാസവും അങ്ങനൊരു സമയം അവിടെ പറഞ്ഞിട്ടുണ്ട്. 2 വർഷം തുറന്നോസിൻ്റെ പാഠശാലയിൽ, അതിന് മുമ്പ് ഒരു 3 മാസം. സാധാരണഗതി പറയുന്നത് ഒരു 3 വർഷം എന്നുള്ളൊരു റഫായിട്ടുള്ളൊരു കണക്കാണ് എഫെസോസിൽ പൗലോസ് താമസിച്ചിരുന്ന സമയത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ പൗലോസിൻ്റെ ആ 2ാമത്തെ മിഷണറി യാത്രയിൽ പരിശുദ്ധാത്മാവ് കടന്നു പോകരുത് എന്ന് പറഞ്ഞ സ്ഥലങ്ങളാണ് എഫെസോസും ഏഷ്യ മൈനറും ഈ ഭാഗങ്ങളൊക്കെ. എന്നാൽ പൗലോസ് തൻ്റെ 2ാമത്തെ മിഷണറി യാത്ര തിരിച്ചു വരുന്ന വഴിയിൽ എഫെസോസിൽ ഇറങ്ങാനും അവിടെ ചില ദിവസങ്ങൾ അവിടെ താമസിച്ചിട്ട് മടങ്ങിപ്പോകുന്നതും നമ്മൾ കാണുന്നുണ്ട്. തുടർന്ന് 3ാമത്തെ മിഷണറി യാത്രയിൽ അദ്ദേഹം അവിടെ കടന്നു വരികയും ചില ദീർഘനാളുകൾ അവിടെ താമസിച്ചുകൊണ്ട് വളരെ പ്രയാസകരമായിട്ടുള്ള, നമ്മൾ വചനത്തിൽ വായിക്കുന്ന പോലെ സാത്താൻ അവൻ്റെ സിംഹാസനം വെച്ചിരിക്കുന്ന സ്ഥലം തന്നെ എന്നാണ് എഫെസോസിലെ പെർഗമോസിനെ പറ്റി, ഏഷ്യാമൈനറിലെ പെർഗമോ സഭയെപ്പറ്റി, പെർഗമം എന്ന് പറയുന്ന സ്ഥലത്തെപ്പറ്റി പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലുള്ള ചക്രവർത്തിയെ ആരാധിക്കുകയും ചക്രവർത്തിയെ ദൈവമാണെന്ന് പറയുകയും പറഞ്ഞില്ലെങ്കിൽ ശിക്ഷാ നടപടികളും ചെയ്യുന്ന തൊഴിൽ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന ഏഷ്യ മൈനർ. എന്ന് മാത്രമല്ല, എഫെസോസിലെ തന്നെ നമ്മൾ വായിക്കുന്നു, ഒരു പഴയ കാലത്തെ ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള അർത്തിമിസ് ദേവിയുടെ അമ്പലം, അതിൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമായിരുന്നു. അവിടെ ഉള്ള തട്ടാനായിട്ടുള്ള ഒരു വ്യക്തിക്ക്, വെള്ളി രൂപങ്ങളെ തീർക്കുന്ന വ്യക്തിക്ക് വരുമാനം കുറഞ്ഞു എന്ന് പറഞ്ഞാണ് അതിൻ്റെ അവസാന ഭാഗത്ത് 19-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അവിടെ വലിയൊരു ബഹളം അലക്സാണ്ടർ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ എത്രമാത്രം റെസിസ്റ്റൻ്റ് ആയിരുന്നു ആ സ്ഥലം, സുവിശേഷത്തോട് റെസിസ്റ്റൻ്റ് ആയിരുന്നൊരു സ്ഥലം. ഔദ്യോഗികമായിട്ട് നിയമപരമായിട്ട് തന്നെ വ്യഭിചാരവും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ നടത്തപ്പെട്ടിരുന്ന സ്ഥലമാണ് അത് എന്ന് നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്ന് മാത്രമല്ല, വർഷത്തിലൊരിക്കൽ എല്ലാ പൗരന്മാരും അവിടെ ചെന്ന് സീസർ ഈസ് ഗോഡ് എന്ന് പറയുകയും ഈ ഉത്സവങ്ങളിലൊക്കെ പോവുകയും അവിടുത്തെ ഭക്ഷണം കഴിക്കുകയും ഈ പറഞ്ഞ വ്യഭിചാര കർമ്മങ്ങളിലും ഇതിലുമൊക്കെ ഏർപ്പെടുകയും വേണം എന്നുള്ളൊരു ബേസിക് കൺസെപ്റ്റായിട്ട് വെച്ചിരുന്ന ഒരു സ്ഥലമാണ് എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ എത്രമാത്രം പ്രയാസകരമായിരുന്നു യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ജീസസ് ഈസ് ലോർഡ്, യേശുവാണ് കർത്താവ് എന്ന് പറയുന്ന വ്യക്തികൾക്ക് ആ സ്ഥലം എന്തുമാത്രം പ്രയാസകരവും വിശ്വാസ ജീവിതത്തിന് എന്തുമാത്രം തടസ്സം ഉണ്ടാക്കുന്ന നിലയിലുള്ള ഒരു സാഹചര്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നും, നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന പോലത്തെ സ്വാതന്ത്ര്യം, നമ്മളിന്ന് പോയി പാപത്തിൽ വീഴുന്നത് ആരും നമ്മളെ നിർബന്ധിച്ചത് കൊണ്ടൊന്നുമല്ല, നമ്മൾ തന്നെ സ്വന്തം മോഹത്താൽ വശീകരിക്കപ്പെടുകയാലാകുന്നു എന്ന് യാക്കോബ് പറയുന്ന പോലെ ആണ് നമ്മൾ അങ്ങോട്ട് പോയി ഇതാക്കുക ചെയ്യുന്നത്. എന്നാൽ ഇതൊന്നും അവോയ്ഡ് ചെയ്ത് പോകാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യം പോലും ഈ 1-ാം നൂറ്റാണ്ടിലെ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്തരമൊരു സ്ഥലത്ത് പൗലോസ് പോയി, നമ്മളിന്ന് പറയുന്ന പോലെ അന്യാരാധന, അതുപോലെ ദേശാധിപതികളുടെ ശക്തി എന്നൊക്കെ നമ്മൾ സാധാരണഗതി പറയുന്ന ഈ സ്ഥലത്ത് പോയി എന്തുവാ ചെയ്യേണ്ടിയത്, ചുറ്റി നടന്ന് പ്രാർത്ഥിക്കണോ, ഇനിയിപ്പം വേറെ എന്തുവാ ചെയ്യേണ്ടിയെന്നൊക്കെ ഇന്നത്തെ പല വിദഗ്ധന്മാരും അതിനെക്കുറിച്ച് അഭിപ്രായമൊക്കെ പറയുമ്പം പൗലോസ് അവിടെ അടിസ്ഥാനപരമായിട്ട് ചെയ്ത ഒരു ശുശ്രൂഷ ഓർക്കുമ്പം എനിക്കെപ്പോഴും ഈ ഒരു ടീച്ചിങ് മിനിസ്ട്രിയുടെ റെലവൻസ് എന്താണ് എന്നുള്ളത് എനിക്കെപ്പോഴും അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം. കാരണം ആ സ്ഥലത്ത് പോയി വളരെ ശാന്തമായിട്ട്, മറ്റേത് സ്ഥലത്തും ഇത്രയും സമയം ചെലവഴിക്കുന്നത് നമ്മൾ കാണുന്നില്ല. കൊരിന്തിൽ മാത്രമാണ് 1.5 വർഷത്തോളം ചെലവഴിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത്. അതും പെട്ടെന്ന് കൊരിന്തിൽ നിന്ന് പോകാനുള്ള ഒരു തിടുക്കത്തിലായിരുന്നു പൗലോസ്. അവിടുത്തെ സാഹചര്യങ്ങളും അവിടെ ഈ പറഞ്ഞ പോലുള്ള ദേവദാസി സമ്പ്രദായവും ഇതുപോലൊക്കെയുള്ള സംഗതികളുള്ളത് കൊണ്ട് അവിടെ ചെന്ന ഉടനെ പോകാനാണ് പൗലോസ് ആഗ്രഹിച്ചത്. എന്നാൽ നീ ഇവിടെ തന്നെ നിൽക്കുക, ഈ പട്ടണത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ചില വ്യക്തികളുണ്ട്, അതുകൊണ്ട് നീ ഇവിടെ ധൈര്യത്തോടെ നിന്ന് പ്രസംഗിക്കണം എന്ന് പൗലോസിനോട് ദൈവത്തിൻ്റെ കർത്താവ് അവനോട് ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടെ നിന്നു. അവിടെ ഒരു ഫലകരമായ ശുശ്രൂഷ ഉണ്ടായി എന്ന് കാണുന്നുണ്ട്. ബാക്കി ഉള്ള സ്ഥലങ്ങളിലൊക്കെ ചില ആഴ്ചകളോ മാസങ്ങളോ മാത്രമേ പൗലോസ് നിന്നിട്ടുള്ളൂ. അതിനോടകം അവിടെയൊക്കെ വളരെ നല്ല ഒരു കൂടിവരവുകൾ ഉണ്ടാകാൻ ഇടയായി തീർന്നു. എന്നാൽ ഇവിടെ ചില മാസങ്ങൾ തന്നെ താമസിച്ച് ഏകദേശം 3 വർഷത്തോളം അവിടെ താമസിച്ച് വേല ചെയ്യുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മലയാളത്തിൽ വായിക്കുന്ന പോലെ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാമെന്ന് പണ്ട് ആരാണ്ട് പറഞ്ഞിട്ടുണ്ട്.
എന്ന് പറഞ്ഞതുപോലെ പല പല തടസ്സങ്ങളും സാഹചര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊന്നും നടക്കത്തില്ല, ഇവിടെ ഒരു കാര്യവും നടക്കുകയില്ല എന്ന് നമുക്ക് തോന്നും. എനിക്കും എൻ്റെ ജീവിതത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ കടന്നു പോയിട്ടുള്ളൂ. അപ്പം കർത്താവേ, എനിക്ക് ഇസ്രായേൽ മക്കൾ പറഞ്ഞിട്ടുള്ളത് പോലെയാ, എനിക്ക് എന്നെ തന്നെ വെട്ടുക്കിളിയെപ്പോലെ തോന്നി എന്ന് പറയും. നമുക്കറിയാലോ, ഈ വെട്ടുക്കിളി എന്ന് പറയുന്നത് ഒരു കിളിയല്ലെന്നും നമ്മൾ പറയുന്ന പോലത്തെ ഈ വിട്ടിൽ പോലുള്ള സാധനമാണെന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു വിട്ടിൽ പോലെ നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തോന്നുള്ളൂ. എന്നാൽ കർത്താവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവും ദൈവസാന്നിധ്യവുമാണ് നമ്മളെ വ്യത്യസ്തനാക്കി ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നിലനിൽക്കാനായിട്ട് ഇടയാക്കി തീർക്കുന്നത് എന്നോർക്കുമ്പോൾ എത്ര അനുഗ്രഹകരമായിട്ടുള്ള ഒരനുഭവമാണ്. ആ സ്ഥലത്ത് ചെന്ന്, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ആ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നിന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് പരിശുദ്ധാത്മ നിറവിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രാർത്ഥനാപൂർവം ഉള്ള ടീച്ചിങ് മിനിസ്ട്രിയുടെ വിജയമാണ് നമുക്ക് ഈ എഫെസോസിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തുറന്നോസിൻ്റെ പാഠശാലയിൽ 2 വർഷത്തോളം സിസ്റ്റമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു എന്നവിടെ വായിക്കും. ദൈവിക അരുളപ്പാടുകൾ പഴയ നിയമത്തിലും ഒക്കെയുള്ള ദൈവിക അരുളപ്പാടുകളെ ക്രിസ്തുവാണ് ഇതിൻ്റെയൊക്കെ നിവർത്തി എന്നും ആ ക്രിസ്തുവിൽ പൗലോസിന് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള വെളിപ്പാടുകളും എല്ലാം ചേർത്ത് ഈ പുതിയ നിയമത്തിൻ്റെ ആധികാരികതയും ക്രിസ്തുവിലെ വെളിപ്പാടിൻ്റെ ആ ഫൈനാലിറ്റിയും ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എഴുതിയ ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുന്ന പോലെ തന്നെയുള്ള ആത്മീയ സത്യങ്ങൾ തന്നെയായിരിക്കും അവിടെ പഠിപ്പിച്ചതെന്ന് നമുക്ക് വിശ്വസിക്കാൻ, ചിന്തിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ക്ഷമയോടെ പ്രാർത്ഥനാപൂർവം പരിശുദ്ധാത്മ നിറവിൽ ഉള്ള ഒരു ശുശ്രൂഷയ്ക്ക് അത് ക്രമേണ അനേക ഹൃദയങ്ങളിൽ കുടികൊണ്ടിരുന്ന ഇരുട്ടിൻ്റെ അനുഭവങ്ങളെ മാറ്റി, റോങ് ഐഡിയാസിനെ ഒക്കെ മാറ്റി, ഇതൊന്നും അല്ല ദൈവം, യഥാർത്ഥത്തിൽ ജീവനുള്ള ദൈവത്തെ ഇങ്ങനൊന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുള്ളൂ, വെളിരൂപങ്ങളിലോ ഇതൊന്നും റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുന്ന വ്യക്തിയല്ല, ഈ യഥാർത്ഥത്തിലുള്ള ദൈവം ഇതിനേക്കാളൊക്കെ ഉന്നതനാണ് എന്നുള്ള ഒരു ആശയം പലരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകാനും, അലക്സാണ്ടർ തന്നെ പറയുന്നത്, ഞങ്ങൾക്കിപ്പോൾ ഒരു ബിസിനസ്സും ഇല്ല, ബിസിനസ്സൊക്കെ ഡൗൺ ആയിപ്പോയി, അതുകൊണ്ട് ഈ പൗലോസിനെ ഇവിടുന്ന് ഓടിക്കാതെ, പൗലോസ് എന്ന് പറയുന്നവൻ ഇതൊന്നും ദൈവമല്ല എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞ് കേൾക്കുമ്പം വളരെ സന്തോഷമാണ് നമുക്കുണ്ടാകുന്നത്. എന്തുമാത്രം ഇഫക്റ്റീവ് വരുന്ന ടീച്ചിങ് മിനിസ്ട്രി എന്നുള്ളത് നമുക്കറിയാം. ഇത് നമ്മൾ ഈ സയൻസിൽ ഈ ന്യൂക്ലിയർ ഫിഷൻ നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ അതിങ്ങനെ ചെയിൻ റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഒരു ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ പോയി ആറ്റത്തെ ഭേദിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് 2 or 3 അല്ലെങ്കിൽ ചില ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകും. ഈ 3 പോയി വേറെ 3 ആറ്റങ്ങളെ, അത് 3 ഇത് ചെയ്യുമ്പം 9 പേര് പിന്നെ അതിൽ നിന്ന് 3 ആറ്റങ്ങൾ ഇങ്ങനെ പോകും. പണ്ട് അമ്പലപ്പുഴ രാജാവ് ചതുരംഗക്കളത്തിൽ ഈ 2 ഇരട്ടി നെല്ല് വെച്ചതുപോലെയായി ഈ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് 64 കളത്തിൽ വെക്കാൻ ആ നാട്ടിൽ മൊത്തം നെല്ലില്ലായിരുന്നു എന്ന് നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കേണ്ട, നമ്മൾ ഈ ഒരാളോട് സുവിശേഷം പറയുക, ഒരാളെ പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നതൊന്നും അത്ര വലിയ കാര്യപ്പെട്ട കാര്യമല്ല എന്നൊക്കെയാണ് വിചാരം. നമുക്കെപ്പോഴും മാസ്സായിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, വ്യക്തിപരമായിട്ട് സമയം ചെലവഴിക്കാനും അവരുടെ ഫീഡ്ബാക്ക് മനസ്സിലാക്കി ഒരാളെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരാനൊക്കെ പറ്റുന്ന ഒരു ശുശ്രൂഷയാണ് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടിരുന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുകയും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുമ്പോൾ അത് ഒരുപക്ഷെ ഒരു ദേശത്ത് നമ്മൾ കടന്നുപോയി അവിടെ അത് വളരെ ചെറിയ നിലയിൽ നമ്മളൊരു ഭവനത്തിൽ, നമ്മുടെ ഭവനത്തിലോ അല്ലെങ്കിൽ വേറൊരു ഭവനത്തിലോ ഒക്കെ തുടങ്ങുന്ന ചെറിയ ഒരു ബൈബിൾ സ്റ്റഡി ആയിരിക്കാം. എന്നാൽ അത് മുഖാന്തരം എത്രയോ വലിയ വേലകൾ നടക്കുന്ന ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഓർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ തൃശ്ശൂർ നഗരത്തിലായിരുന്ന സമയത്ത് അവിടെ ചില ചേരികളിലും ഇതുപോലുള്ള സ്ഥലങ്ങളിലും ഒക്കെ പോയി തുടങ്ങിയ ചില സൺഡേ സ്കൂളുകൾ അത് വളരെ ശക്തമായിട്ട് ആ ദേശത്ത് ഇടപെടാനും, അവിടെ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യം എൻ്റെ കൂട്ടായ്മയിൽ ചെല്ലുമ്പം 4-5 പേര് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവിടുന്ന് ഞാൻ പഠിച്ച് പാസ്സായി അവിടുന്ന് പോരുന്ന സമയത്ത് ഒരു 100-150ഓളം പേരുള്ള ഒരു കൂട്ടായ്മ അവിടെ കാണാൻ എനിക്ക് ദൈവം ഇടയാക്കി തീർത്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ചെയിൻ റിയാക്ഷനാണ്. നമ്മൾ ഒരാളോട് സുവിശേഷം പറയുന്നു, പൗലോസ് പറയുന്ന പോലെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക.
അപ്പം ഈ സുവിശേഷം അറിയിക്കുന്നതിൻ്റെയൊക്കെ കൂടെ തന്നെ ഡിസൈപ്ലിംഗ് എന്ന് പറയുന്നതും ഓരോ വ്യക്തികളെ ലീഡർഷിപ്പിലേക്ക് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരുന്നതും പഠിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് എഫെസോസിലെ ശുശ്രൂഷ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് അവിടെയുള്ള പൈശാചികമായിട്ടുള്ള പല അടിസ്ഥാനങ്ങളെ ഇളക്കുകയും അതുമാത്രമല്ല, വളരെ എനിക്ക് ഓർക്കും, എപ്പഫ്രാസിൻ്റെ ഉദാഹരണം തന്നെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു. ഈ ഒരു പക്ഷേ തുറന്നോസിൻ്റെ പാഠശാലയിൽ പഠിക്കാൻ വന്ന ഈ പറഞ്ഞ ഈ ലവോദിക്കയോ ഹിരേപ്പൊലിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊളോസിയയിലോ ഉള്ള ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം. എന്നാൽ അദ്ദേഹം ഈ സുവിശേഷത്താൽ ആകർഷിക്കപ്പെട്ടു, അദ്ദേഹം ശിഷ്യത്വത്തിലേക്ക് വന്നു. അദ്ദേഹം തൻ്റെ വീട്ടിൽ തുടങ്ങിയ ഒരു ബൈബിൾ സ്റ്റഡി ആയിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ ഈ ഫിലമോൻ്റെ ഭവനത്തിൽ തുടങ്ങിയ ഒരു ബൈബിൾ സ്റ്റഡി ആയിരിക്കാം ഒരു വലിയ ഒരു സഭയായിട്ട് അല്ലെങ്കിൽ പല സഭകളായിട്ട് അവിടെ ആയിത്തീർന്നത്. ലവോദിക്ക സഭയെ പറ്റിയുള്ള റെഫറൻസ് നമ്മൾ ഓൾറെഡി വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ ലവോദിക്കക്കാർക്ക് ചില ലെറ്റർ അയച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ സുവിശേഷത്താൽ അത് മനുഷ്യ ഹൃദയങ്ങളെ കീഴടക്കി അനേകരിലേക്ക് അത് ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ പോകുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ആ ഒരു അനുഭവം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. കൊളോസ്യ സഭ എന്ന് പറയുന്നത് നമ്മുടെ റോമാ ലേഖനം പഠിച്ചതുപോലെ ജഡത്തിൽ പൗലോസിൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത ചില ആൾക്കാരാണ് അവിടെ ഉള്ളത് എന്നും, പൗലോസ് ഒരുപക്ഷെ 3 വർഷം അവിടെ ഉള്ളപ്പം അങ്ങോട്ടൊന്നും ഒരുപക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കാണാം. എന്നാൽ പല സ്ഥലങ്ങളിൽ ഈ സഭയുണ്ടായത് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ 13 സഭകൾ ഒരുപക്ഷെ അവിടെ ഉണ്ടായത് ഞാൻ എണ്ണം മറന്നുപോയി. അപ്പോൾ അതുണ്ടായതിൻ്റെ കാരണം ഈ ഇഫക്റ്റീവായിട്ടുള്ള ടീച്ചിങ്ങിൻ്റെ ബേസിൽ ഇതുപോലെ എപ്പഫ്രാസിനെ പോലുള്ള അനേക വ്യക്തികൾ അവിടുന്ന് കടന്നു വരാനും അനേകരോട് സുവിശേഷം അറിയിച്ച് അപ്രകാരം രൂപപ്പെട്ടതുമാകാനുള്ള സാധ്യത വളരെയാണ് എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഇപ്പോൾ ചില പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ അവർക്ക് തന്നെ അത് ഡീൽ ചെയ്യാൻ കഴിയാത്ത നിലയിൽ അതിച്ചിരി ബുദ്ധിപരമായിട്ടൊരു ബാഫ്ലിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ സാധാരണ പറയുന്ന പോലുള്ള ചില സംഗതികളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയുന്ന പോലെ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായതെന്നൊക്കെ ചോദിക്കുന്ന പോലുള്ള ചില ചോദ്യങ്ങൾ, അതിന് എന്നാ പറഞ്ഞാലും ആദായി കയറി പിടിക്കും. കാരണം അതൊക്കെ പലപ്പോഴും മനുഷ്യൻ്റെ ബുദ്ധിയുടെ പരിധിക്കുള്ളിൽ ഒതുക്കി വെക്കാൻ കഴിയുന്ന ഒരു ദൈവമല്ല ഈ ദൈവമെന്നും, പല ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ അതിന് ബുദ്ധിപരമായിട്ട് ഒരുപക്ഷെ ഇന്നതുപോലാണ്, ഇന്ന കാരണം കൊണ്ടാണ് ഇതൊക്കെ എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഒരു നിലവാരം ഇതിലൊക്കെ ഉണ്ട് എന്നുള്ളതൊരു സത്യമാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ബുദ്ധിപരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഉത്തരം കൊടുത്ത് അതിനെയൊക്കെ അങ്ങനെ ചിന്തിക്കാനായിട്ട് വളരെ പ്രയാസമാണ് ചില സമയങ്ങളിൽ, അത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു അനുഭവത്തിനായിട്ട് ഞാൻ കർത്താവിനെ അല്ലെങ്കിൽ ആ ടീച്ചിങ് മിനിസ്ട്രിയുടെ ആ ഇഫക്റ്റീവ്നെസ്സിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളും ഇവിടെ ചെയ്യുന്ന സംഗതി ഇത് തന്നെയാണ്. ഈ രാവിലെ സമയമൊക്കെ എഴുന്നേറ്റിരുന്ന് ഈ വചനം പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇത്. കാരണം നമ്മൾ വിചാരിക്കും ഇവിടെ വലിയ കൊടുങ്കാറ്റോ വലിയ ഇതൊന്നും അടിക്കുന്നില്ല അല്ലെങ്കിൽ ഇടി വെട്ടുന്നില്ല എന്നൊക്കെ വിചാരിക്കും. എന്നാൽ യഥാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ രൂപാന്തരം വരുന്നുണ്ട്. ശത്രു നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഇരുട് മാറിപ്പോകുന്നുണ്ട്. പല തെറ്റായ ആശയങ്ങളും ആ ഫൗണ്ടേഷൻ ഇളകുന്നുണ്ട്. അത് ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെ ഒരു രൂപാന്തരമാണ് ഇത് നടക്കുന്നത്. എനിക്ക് തന്നെ പറയാൻ കഴിയുന്ന ഇത് പഠിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രസംഗിക്കാൻ വേണ്ടി പഠിക്കുന്ന സമയത്ത് പോലും വളരെ സന്തോഷവും വിടുതലും ഞാൻ അനുഭവിക്കുന്നുണ്ട്. എത്ര ദൈവത്തിൻ്റെ വചനം വായിച്ചാലും അതിൽ നിന്ന് പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എപ്പോഴും അത് വായിക്കുമ്പോൾ അതിൽ നിന്നുണ്ട് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്നാൽ അങ്ങനെ ഈ ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുന്നതിനും കേൾക്കാനും പല സഹോദരങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്ന നിലയിലുള്ള ഒരു മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന നിലയിലുള്ള കാര്യങ്ങൾ അവർക്ക് പലപ്പോഴും അത് ഇഫക്റ്റീവെന്നും, മറിയ തിരഞ്ഞെടുത്ത പോലെ ദൈവവചനം കേൾക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവിന് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങളെ കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിലും അത് ഇടയായിത്തീരും ദൈവവചനത്തിൽ വെളിപ്പാട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നോക്കിയാട്ടെ, ഇവിടെ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കർത്താവിൻ്റെ ദാസൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു. നോസ്റ്റിസിസം എന്ന് പറഞ്ഞു, അതുപോലെ ജൂയിഷ് ലീഗലിസം, അതുപോലെ അസറ്റിസിസം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ ഉപേക്ഷയിലും ഒക്കെ രസിക്കുന്നവർ
തലയെ മുറുകെ പിടിച്ചു കൊള്ളാതിരിക്കുന്നവർ നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുത് എന്ന് നമ്മൾ വായിക്കുന്ന പോലെ, സർവസംഘ പരിത്യാഗി എന്നൊക്കെ പറയുന്ന പോലെ ഉപേക്ഷയായിട്ട് വിചാരിക്കുക, ശരീരത്തെക്കുറിച്ച് വേദന അനുഭവിപ്പിക്കുക, അല്ലെങ്കിൽ കുറേ അതുപോലുള്ള ചില ശരീരത്തെ ഉപേക്ഷയായിട്ട് വിചാരിക്കുകയും കുറേ ഉപവാസങ്ങളും അതുപോലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അതിലൂടെ രക്ഷ എന്നുള്ള നിലയിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ഇതുപോലുള്ള പല ടീച്ചിങ് അവിടെ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ട് എടുത്തു പറയാനായിട്ടുള്ള 3 ടീച്ചിങ്ങിൻ്റെ കാര്യം കർത്താവദാസൻ അവിടെ പ്രസ്താവിച്ചല്ലോ. അപ്പം ഈ നോസ്റ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നമ്മൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം അവരുടെ ഒരു ബേസിക് ആർഗ്യുമെൻ്റ് ഇവിടെ കൊളോസയിൽ അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഉണ്ടായിരുന്നത് എവറിത്തിങ് ഈസ് സ്പിരിച്വൽ ഈസ് ഗുഡ് ആൻഡ് എവറിത്തിങ് മെറ്റീരിയൽ ഈസ് ഈവിൾ. ഈ മെറ്റീരിയലായിട്ട് നമ്മൾ കാണുന്ന ഈ ദ്രവ്യം അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്നത് ഈവിളാണെന്നും ആത്മീയമായ കാര്യങ്ങൾ മാത്രമേ സത്യമായിട്ടുള്ളെന്നുള്ളതും, അതുകൊണ്ട് മാത്രമല്ല ഈ മെറ്റീരിയൽ വേൾഡ് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായി എന്നുള്ള അവരുടെ കൺസെപ്റ്റ് അനുസരിച്ച് ആദിയിൽ ദൈവം പല കാര്യങ്ങൾ സൃഷ്ടിച്ചു. ആ കൂട്ടത്തിൽ കുറേ കൊച്ചു ദൈവങ്ങളെയും കൂടെ സൃഷ്ടിച്ചു, സബോർഡിനേറ്റ് ഗോഡ്സ്, കുറച്ച് കൊച്ചു ദൈവങ്ങളെയും കൂടെ സൃഷ്ടിച്ചു. ഈ കൊച്ചു ദൈവങ്ങളുടെ പണിയായിരുന്നു ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അതാണ് അവർ പറയുന്നത്. ഈ ദൈവം സൃഷ്ടിച്ച ഈ കൊച്ചു ദൈവങ്ങൾ തെറ്റിപ്പോവുകയും അവർ ഈ കാണുന്നതായിട്ടുള്ള മെറ്റീരിയൽ വേൾഡിനെ അവർ ഉണ്ടാക്കി. അങ്ങനെയാണ് തെറ്റിപ്പോയ ദൈവങ്ങൾ ഉണ്ടാക്കിയത് ഈ മെറ്റീരിയൽ വേൾഡ്. അതുകൊണ്ട് ഈ മെറ്റീരിയൽ വേൾഡ് ശരിയല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. യേശുക്രിസ്തുവിനെ കുറിച്ചും പറയുന്നത്, യേശുക്രിസ്തുവിനെ കുറിച്ച് പല കൺസെപ്റ്റിൽ അവർ ചിന്തിച്ചിരുന്നു. ഒന്ന് അവർ പറയുന്നത് യേശുക്രിസ്തു ബേസിക്കലി മനുഷ്യനായിരുന്നു, എന്നാൽ കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക സമയത്ത് ദൈവത്വം അവനിലേക്ക് പ്രവേശിക്കുകയും ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പായിട്ട് ഈ ദൈവത്വം വിട്ടുപോവുകയും ചെയ്തു എന്നുള്ളൊരർത്ഥത്തിലാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്ന് മാത്രമല്ല യേശുക്രിസ്തു ശരീരത്തിൽ ജീവിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയതേ ഉള്ളൂ, സത്യത്തിൽ ജീവിച്ചിട്ടില്ല. കാരണം യേശുക്രിസ്തു ദൈവമാണെങ്കിൽ ഒരിക്കലും അവന് ഈ ശരീരത്തിൽ ജീവിക്കാൻ കഴിയത്തില്ല. ആ ശരീരം കുറേ പേര് വാദിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ, ഇറ്റ് അപ്പിയർഡ് ആസ് ഇഫ് ഹി എക്സിസ്റ്റഡ് ബട്ട് ഹി വാസ് നോട്ട് ആക്ച്വലി എക്സിസ്റ്റിംഗ് ഇൻ ദ ബോഡി എന്നൊരു നിലയിൽ അതിനെക്കുറിച്ച് പഠിപ്പിക്കാനായിട്ട് ഇടയായി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടീച്ചിങ് ആയിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ നിലയിലുള്ള ഇതായതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലെ പ്രഖ്യാപനങ്ങളോട് അത് ചേർന്ന് വരാത്ത കാര്യങ്ങളാണ് എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ആ ടീച്ചിങ്ങിൻ്റെ ഇടയിൽ അതിനെ റെഫ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ആത്മീയ ജീവിതം ജീവിക്കാൻ കഴിയുമെന്നും യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചെന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ആണെന്നും അത് അവൻ സർവ്വസമ്പൂർണതയിൽ, അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവനിലല്ലോ ദേഹരൂപമായി ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും വസിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ടും അഡമൻ്റായിട്ടും വളരെ കൃത്യമായിട്ട് പൗലോസ് ആ പ്രസ്താവന നടത്തി. അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഈ നോസ്റ്റിസിസത്തിൻ്റെ പശ്ചാത്തലത്തെ അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പ് തന്നെ അതിനെ കംപ്ലീറ്റ് റെഫ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ് പൗലോസ് അവിടെ വെക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയം ഇത്തരമുള്ള നമുക്കറിയാമല്ലോ, ഈ ഫിലോസഫി എപ്പോഴും അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അത് പ്രത്യേകിച്ച് പറയുന്നത് കാരണം ആശയപരമായി ഇത് കൂടുതൽ, അല്ലാതെ യാഥാർത്ഥ്യങ്ങളെ ബേസ് ചെയ്തല്ലാത്തത് കൊണ്ട് അത് പലപ്പോഴും അതെന്താണെന്ന് ആർക്കും മനസ്സിലാവത്തുമില്ല. എന്നാൽ ആൾക്കാരെ അത് കൺഫ്യൂഷനിലാക്കുകയും ചെയ്യും എന്നുള്ളത് ഈ ഫിലോസഫി കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഗലാത്യർക്ക് എഴുതുന്ന ലേഖനം പഠിച്ചപ്പോഴും അതുപോലെ എബ്രായ ലേഖനം പഠിച്ചപ്പോഴും ജൂയിഷ് ലീഗലിസത്തിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ കാണാനിടയായി തീർന്നു. കാരണം അവരെ സംബന്ധിച്ചോളം ന്യായപ്രമാണമാണ് അവർക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഈ കൃപയാലുള്ള രക്ഷ എന്നുള്ള ഒരു വെളിപ്പാട് അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള നിലയിലാണ് അവർ ഈ കൃപയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പം പ്രമാണമാണ് അതിൻ്റെ റിയാലിറ്റി എന്നും പ്രമാണമാണ് പ്രധാനപ്പെട്ട കാര്യമെന്നും ചിന്തിച്ച് ദൈവകൃപ എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരനുഭവമാണ് നമുക്ക് കാണാൻ. അതുപോലെ തന്നെയാണ് ശരീരത്തെ ഉപേക്ഷയായിട്ട് വിചാരിക്കുകയും സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തലയെ മുറുകെ പിടിച്ചുകൊള്ളാതിരിക്കുകയും ചെയ്യുന്ന അത് നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ഭാരതത്തിലുമൊക്കെ കാണുന്ന ഒരു ചിന്താശാഖയാണ്. ശരീരത്തെ കൂടുതൽ ദണ്ഡിപ്പിക്കുകയും അതുപോലെ ഒരു ഉപേക്ഷയായിട്ട് വിചാരിക്കുകയും അതുപോലെ തന്നെ അവരവരുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഓരോരോ ദൈവസങ്കല്പങ്ങളിലേക്ക് അവർ കയറുക, അതിന് ഒരു ഫിലോസഫിക്കൽ ബേസ് കൊടുക്കുക.
എന്നിട്ട് അത് പറഞ്ഞുകൊണ്ട് അതാണ് റിയാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക, അതിനെ ഫോളോ ചെയ്യാൻ ഒരു ചോദ്യം ചെയ്യാതെ അതിനെ ഫോളോ ചെയ്യാൻ ഇഷ്ടം പോലെ ഫോളോവേഴ്സിനെയും കിട്ടുക. അപ്പോൾ ഇതിനെയൊക്കെ വളരെ വളരെ ഇഫക്റ്റീവായിട്ട് പൗലോസ് അതിനെ ഒക്കെ ഖണ്ഡിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഒന്നാമത് പൗലോസ് അതിനെപ്പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ട് അവിടെ പറഞ്ഞു കാണുന്നതായിട്ടുള്ള കാര്യം നമുക്കറിയാം. ഇന്ന് ഒത്തിരി പേര് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വാക്യമാണ്, അവൻ അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് പഠിക്കുമെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. അവിടെ നമ്മൾ വായിക്കുന്നത്, അവൻ സകല സൃഷ്ടിക്കും ആദ്യജാതനും അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സകല സൃഷ്ടിക്കും ആദ്യജാതനുമാകും. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും. അപ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, തൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ ഇവിടെ തന്നെ പറയുന്നു, 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ, അവൻ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി അവനിൽ വസിക്കുന്നു. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞേക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ ആഴമായിട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഈ ലോകത്തിൽ ജഡത്തിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ പൂർണ്ണത, അല്ലെങ്കിൽ ഏതൊക്കെ നിലയിൽ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തെയും കൃപയെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ അങ്ങനെ വെളിപ്പെടുത്തപ്പെട്ട വ്യക്തിത്വമാണ് ഐക്കോൺ. അല്ലെങ്കിൽ വെളിപ്പെടുത്തപ്പെട്ട ആ ദൈവത്തിൻ്റെ, അദൃശ്യനായ ദൈവത്തിൻ്റെ ഒരു സ്വഭാവത്തിലും ഉള്ള, അല്ലെങ്കിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് വെളിപ്പെടുത്തിയ വ്യക്തിയാണ് ക്രിസ്തു. അവൻ ദൈവത്തിൻ്റെ പ്രതിമയാണ് എന്നാ പറഞ്ഞേക്കുന്നത്. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാണ്. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഈ ആദ്യജാതൻ എന്ന് പറയുന്നത്. പഠിക്കുന്ന സമയത്ത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. എന്നാൽ ആദ്യജാതൻ എന്ന് പറയപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അത് ആദ്യം ജനിച്ച വ്യക്തി എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ പരിഗണനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, ദൈവികമായ കാര്യങ്ങളുടെ അവകാശി എന്നുള്ളൊരു അർത്ഥത്തിലാണ് എന്നുള്ളത് നമ്മൾ പല ഭാഗങ്ങൾ പഠിക്കുമ്പോഴും നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. അത് ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് പിന്നെയും അതിനെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനുമായിട്ട് കർത്താവ് ഇടയാക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം, ഈ ആത്മീയതയെന്ന്, ഈ ലോകത്ത് ജീവിക്കുമ്പം ആത്മീയതയെന്ന് പറയുന്നത് ഒരു റിയാലിറ്റി അല്ല, അല്ലെങ്കിൽ ഈ പറയുന്നതൊക്കെ വെറും ഒരു ഇമാജിനേഷൻ ആണെന്ന് പറയുന്ന വ്യക്തികളോട് പറയുകയാണ്, പല തലമുറകളായിട്ട് മറഞ്ഞിരുന്നതായിട്ടുള്ള ഒരു മർമ്മം എനിക്ക് വെളിപ്പെട്ടു. ആദ്യം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ പ്രീഎമിനൻസിനെ കുറിച്ച് പറഞ്ഞു. ക്രിസ്തുവിന് നിത്യത മുതൽ ഉണ്ടായിരുന്ന ലോക സൃഷ്ടി മുതൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന അതിനോട് ഇക്വലൻ്റ് ആയിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്തു ആരാണെന്നുള്ള നിലയിൽ അവിടെ ദൈവം നമുക്കൊരു വെളിപ്പാട് നൽകിയിട്ട് നമ്മളോട് പറയുകയാണ്, ഈ വചനം ആരായിരുന്നു. അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ പ്രീഎമിനൻസ്, സൃഷ്ടിയിൽ അവൻ്റെ മേൽക്കോയ്മ, അവൻ്റെ വലിപ്പം, അല്ലെങ്കിൽ അവന് ഈ ലോകസ്ഥാപനത്തിന് മുന്നമേ അവൻ ഉണ്ടായിരുന്ന മഹത്വം, അതുപോലെ തന്നെ കർത്താവിൻ്റെ വീണ്ടെടുപ്പിൽ അവനുള്ള ആ പ്രീഎമിനൻസ്, ഈ 2 കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം നമ്മളോട് കൃത്യമായിട്ട് പ്രസ്താവിക്കുന്ന ഒരു പ്രസ്താവനയാണ്, ഒരു മർമ്മം എനിക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആ മർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ആത്മീയത സാധിക്കത്തില്ലെന്നോ, ആത്മീയത എന്ന് പറയുന്നത് വെറും ഐഡിയ ആണെന്നോ അല്ല പറയുന്നത്. ഇത് ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, അത് അനുഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് എന്നവിടെ വ്യക്തമായിട്ട് അതിൻ്റെ 1-ാം അധ്യായം അവസാന ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ, അതിൻ്റെ 27-ാം വാക്യത്തിൽ, അവൻ ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി, ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അവനെ അറിയിക്കുന്നതിൽ
ഞങ്ങൾ ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും തുടർന്ന് നമ്മൾ വായിക്കുന്നു, ജ്ഞാനത്തോ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു എന്ന് പറയുന്ന ഭാഗം നമ്മൾ കാണും. അപ്പോൾ ക്രിസ്തു ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന അവൻ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പാപിയാണെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അവന് ലഭിക്കുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് വല്ലപ്പോഴും ലഭിക്കുന്ന ചില ദൈവീക അനുഭവങ്ങളല്ല, നിരന്തരമായിട്ട് ഒരു ദൈവീക അനുഭവത്തിൽ ജീവിക്കത്തക്കവണ്ണം ക്രിസ്തു അവൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ്. ഈ ഐഡിയകൾ കൊണ്ട് കുറെ ആശയങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു ആത്മീയതയല്ല, റിയലായിട്ടും ഒരു വ്യക്തിക്ക് പാപത്തിൽ നിന്നുള്ള വിടുതലും അവൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു എന്നുള്ള ആന്തരികമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യവും എന്ന് മാത്രമല്ല ക്രിസ്തു അവനിൽ ജീവിക്കുന്നു എന്നുള്ള അനുഭവവും അവൻ അനുഭവിക്കാൻ കഴിയുന്നതാണ്. ആത്മീയത എന്ന് പറയുന്ന ഒരു ഐഡിയ അല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എത്ര ഒരു പ്രത്യേക നിലയിൽ അത് എനിക്കെപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എം ഇ ചെറിയാൻ സാറ് പാടുന്ന പാട്ട്, എൻ മനസ്സിൽ വന്നു വാഴും മഹത്വ പ്രത്യാശയേ, നീ വളർന്നു ഞാൻ കുറഞ്ഞു, നിന്നിൽ മറഞ്ഞു ഞാൻ മായണം. അവിടെ പറയുന്നത് കർത്താവേ, ആ മഹത്വ പ്രത്യാശ അവൻ്റെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആഗ്രഹത്തോടെ സൃഷ്ടി കീഴടങ്ങിയിരിക്കുന്നു എന്ന് ഇതേ ആശയം പല സ്ഥലങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. ആ മഹത്വത്തിൻ്റെ പ്രത്യാശ ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അത് ക്രിസ്തുവിൽ നമുക്ക് വീണ്ടെടുത്ത് ആ മഹത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ വെളിപ്പെടുവാനുള്ള മഹത്വം എന്ന് പറയുന്നത് പോലെ ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു. അത് വായിക്കുന്ന സമയത്ത് ഒന്നുകൂടെ നമുക്ക് ധ്യാനിക്കാം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്ന് മാത്രമല്ല, 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്താ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ എന്തുവാ. അത് കേവലം ഇന്ന് പറഞ്ഞ് നാളെ മാറിപ്പോകുന്ന ചില ആശയങ്ങളല്ല ഈ ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് ക്രിസ്തുവിൻ്റെ മരണം അടക്കം പുനരുത്ഥാനത്തോടുള്ള ഒരു വ്യക്തിയുടെ ഏകീഭാവമാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. ക്രിസ്തീയ വിശുദ്ധി എന്ന് പറയുന്നത് കുറെ ആശയങ്ങൾ പ്രസന്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് കുറെ ആശയങ്ങൾ സ്ഥാപിക്കുന്നതല്ല. അവന്റെ മരണത്തോട് നമ്മൾ അനുരൂപപ്പെട്ടു, കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനം നമുക്ക് ലഭിച്ചു. അവന്റെ മരണത്തോട് പങ്കാളികളാരായി തീർന്നെങ്കിൽ ലോകത്തിന്റെ ആദിപാഠങ്ങൾ സംബന്ധിച്ചുള്ള ചില ഉപദേശങ്ങൾ തുടരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്നുള്ള ആശയങ്ങൾക്ക് കീഴടങ്ങേണ്ട ഒരു ആവശ്യവുമില്ല. അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സ് സ്വർഗത്തിൽ വെക്കാനും സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാനുമുള്ള അവകാശവും അധികാരവും നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് തൊട്ടു നോക്കരുത്, രുചിക്കരുത്, ഇന്ന ഫുഡ് ഇന്ന സമയത്ത് കഴിക്കുക, ഇന്ന ഫുഡ് കൂടുതൽ കഴിച്ചാൽ നമ്മുടെ ആത്മീയത പോയിപ്പോകും, ഇന്ന സമയത്ത് അങ്ങനെ ചെയ്യരുത്, സമയവും കാലവും ആഹാരവും ഇങ്ങനെയൊക്കെ നോക്കിയിട്ടുള്ള ഒരു ആത്മീയതയല്ല. തുടരുത്, പിടിക്കരുത് തുടങ്ങിയ ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? അതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നത് അത്രേ. അടുത്ത വാക്യമാ ഒന്നുകൂടെ ഭയങ്കരം. എന്നാൽ ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായിട്ട് നമ്മളോട് പറയുന്നു, ക്രിസ്തുവിന്റെ മരണത്തോട് അനുരൂപപ്പെടുന്ന ഒരു അനുഭവത്തിൽ ഒരു മനുഷ്യൻ കടന്നു വന്ന് ഒരു ദൈവ പൈതല് അവന്റെ ക്രൂശിൽ അവൻ മരിച്ചപ്പോൾ അവനോടുകൂടെ ഞാനും മരിച്ചു, അവന്റെ മരണത്തിൽ ഞാൻ പങ്കാളിയായി തീർന്നു എന്ന് പറയുന്ന വിശ്വാസത്തിലൂടെയാ, ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നതിലൂടെയാ ഒരു ദൈവത്തിന്റെ പൈതൽ വിശുദ്ധിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു വിശുദ്ധ ജീവിതം ഈ ലോകത്തിൽ വെച്ച് തന്നെ സാധ്യമല്ല എന്ന് വാദിക്കുന്നവരായിരുന്നു നോസ്റ്റിക്സ്. ആത്മീയ ജീവിതം ഈ ലോകത്ത് സാധ്യമല്ല. എന്നാൽ പൗലോസ് അസന്നിഗ്ധമായിട്ട് പറയുക, ഈ ലോകത്ത് വെച്ച് തന്നെ ഒരു ആത്മീയ ജീവിതം, ഒരു വിശുദ്ധ ജീവിതം സാധ്യമാണ്. അത് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കും. അത് പ്രാക്ടിക്കലാണ്, അത് കഴിയും. അത് തുടരുത്, പിടിക്കരുത് എന്നുള്ള ചില പ്രമാണങ്ങൾ വെച്ച് നമ്മളെ തന്നെ ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിലൂടെ അല്ല. ആ സ്നേഹത്തിൽ ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും സ്നേഹത്തിൽ നാം അവനോട് ഏകീഭവിച്ച് കഴിയുമ്പോൾ അവൻ്റെ മരണം
എൻ്റെ മരണമായി തീർന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് അനേകർക്ക് വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്ന് അറിയുന്ന ആ ഒരു അനുഭവത്തിലൂടെ, പരിജ്ഞാനത്തിലൂടെ, ആ ഒരു വെളിപ്പാടിലൂടെയാണ് ഒരു വ്യക്തിയെ ക്രിസ്തുവിലുള്ള തികവിലേക്കും വിശുദ്ധിയിലേക്കും ദൈവം നടത്തുന്നത്. പ്രായോഗികമായിട്ട് ഉള്ള വിശുദ്ധ ജീവിതം സാധ്യമാണ്. അത് ക്രിസ്തുവിൻ്റെ മരണത്തോട് ഏകീഭവിക്കുന്നതിലൂടെ സാധ്യമാണ് എന്ന് മാത്രമല്ല, ഒരു തിയറിയല്ല ഈ ക്രിസ്തീയ വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, റെയിൽപാളം പോലെ ഇത് നീണ്ടുപോകും എന്നൊക്കെ, അങ്ങനെയുള്ള കുറച്ച് ഫിലോസഫി അല്ല ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ലോർഡ്, ഐ ലവ് യു ആൻഡ് ഐ നോ ദാറ്റ് യു ഹാവ് ലവ്ഡ് മീ and you have united me in your death when you were dying on the cross of Calvary. And this is the same thing that is being explained in Romans and in Hebrews എന്നൊക്കെ പറയും. നമ്മൾ ഈ ദേഹം എന്ന തിരശ്ശീലയിലൂടെ പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി എന്നൊക്കെ പറയുമ്പോൾ അവൻ മരണ പുനരുത്ഥാനങ്ങളോട് ഐക്യപ്പെടുന്ന ഒരു അനുഭവം, അവൻ്റെ ദേഹത്തിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവം അവിടെ എഴുതിയേക്കുന്നത്. നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ മനസ്സിലാകും. കാരണം ഒരു ദൈവത്തിൻ്റെ പൈതലിന് ദൈവം വെച്ചേക്കുന്ന വിശുദ്ധി എന്ന് പറയുന്നത് അവനെ തന്നെ കുറേ കാര്യങ്ങൾ കൊണ്ട് വിശുദ്ധീകരിക്കുകയല്ല, കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുകയും കർത്താവിൽ നമ്മളായിത്തീരുമ്പം അവൻ്റെ മരണം നമ്മളിൽ അവൻ്റെ മരണത്തിൽ നമ്മൾ ഐക്യപ്പെട്ടിട്ട് അത് നമ്മുടെ പാപസംബന്ധമായിട്ട് മരിച്ച ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുന്ന ഒരു അനുഭവമാണ്. അത് ഈ പ്രൈമറി പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് വേൾഡ് എന്ന് നമ്മളിവിടെ 2-ാം അധ്യായത്തിലും ഗലാത്യ ലേഖനത്തിലും ഒക്കെ വായിക്കുന്ന പോലെ ഡോണ്ട് ടച്ച്, ഡോണ്ട് ലുക്ക്, ഡോണ്ട് ഡു ദാറ്റ്, ഡോണ്ട് ഡു, ഈ റെഗുലേഷൻ അല്ല. ദിസ് ഈസ് സംതിങ് ദ ലിവിങ് that power of the Holy Spirit will make practical in our lives. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഈ വിശുദ്ധിയുടെ അനുഭവം എന്ന് പറയുന്നത്. അതിന് നമ്മുടെ സഹകരണം ആവശ്യമാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ പ്രൈമറി പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് വേൾഡ്. എന്നിട്ട് നമ്മളോട് പറയുകയാണ്, നിങ്ങൾ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. അപ്പം ജഡാഭിലാഷത്തെ ജയിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അവനോട് ഐക്യപ്പെട്ടിട്ട്, അവൻ്റെ മരണത്തോട് ഐക്യപ്പെട്ടിട്ട്. അല്ലാതെ ചില ഭക്ഷണം കഴിക്കരുത്, ചില ഭക്ഷണം കഴിക്കണം, ഡോണ്ട് ലുക്ക്, ഡോണ്ട് ഡു, അതിലല്ല. രണ്ടാമത് പറഞ്ഞേക്കുന്ന കാര്യമാണ് അവൻ്റെ പുനരുത്ഥാനം. അവൻ്റെ പുനരുത്ഥാനമാണ് പുതിയൊരു ജീവിതം, ഒരു ഉയർത്തെഴുന്നേറ്റ ജീവിതം നമുക്ക് ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനം. അത് കർത്താവിനെ അനുകരിച്ച് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിലല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ഉയിർപ്പിൻ്റെ, ആ ജീവൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തരുന്ന ഒരു അനുഭവം. പ്രിയപ്പെട്ടവരെ, നമുക്ക് തുടർന്ന് ഈ ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പം അതിന് ക്രിസ്തുവിൻ്റെ മാർഗത്തിൻ്റെ യുണീക്നെസ് എന്താണെന്ന് നമുക്ക് ഗ്രഹിപ്പാനായിട്ട്, അവൻ്റെ മരണത്തോടും അവൻ്റെ പുനരുത്ഥാനത്തോടും ഏകീഭവിച്ചിട്ട് ഭൂമിയിലുള്ളതാൽ ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പിൻ. എൻ്റെ വസ്തുവകയെല്ലാം ഇന്ന് സ്വരൂപിച്ച് വെച്ചേക്കുന്നത് അവൻ്റെ ആ വലതുഭാഗത്താണ്. എൻ്റെ എല്ലാ അവകാശവും, എൻ്റെ എല്ലാ റൈറ്റ്സും, എൻ്റെ എല്ലാ പ്രിവിലേജസും ഈസ് ഓൾ കൺഫൈൻഡ് ടു ദാറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വലതുഭാഗത്ത്. എനിക്ക് ഭയപ്പെടുക ഈ വലതുഭാഗം എന്നുള്ള ഭാഗം ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ്. കാരണം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതിലെ അല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ക്രിസ്തുവിനെ പോലെ ആയിത്തീരാനുള്ള പ്രിവിലേജും അതിനുള്ള ദൈവീക അധികാരവും അതിനുള്ള ദൈവീക ശക്തിയും നമുക്ക് നൽകപ്പെട്ടിരിക്കുക. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ്. ഫിലോസഫേഴ്സ് ഇരുട്ടിൽ തപ്പുക, നോസ്റ്റിക്സ് അവിടെ കിടന്ന് ഇരുട്ടിൽ തപ്പുക, അവരുടെ പ്രിൻസിപ്പിൾസ് പറഞ്ഞ് നേരെ ചൊവ്വേ നടക്കുന്നവരെ പോലും തെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് വളരെ ഖണ്ഡിതമായിട്ട്, ഇത് തന്നെ നമുക്ക് യോഹന്നാൻ്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാം. അവിടെ ഉണ്ടായിരുന്ന 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഒരു നോസ്റ്റിക്സിൻ്റെ വേറൊരു ടൈപ്പ് ഓഫ് ഇതാണ് യോഹന്നാൻ എഴുതുന്നത്. അവിടെ യോഹന്നാൻ കൃത്യമായിട്ട് എഴുതുന്നത്, കാരണം അവന് ജീവിക്കുന്നു എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. എത്ര കൃത്യമായിട്ട് ഖണ്ഡിതമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ തുടർന്ന് ഈ ദൈവവചന ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സമയം നമുക്ക് ഒരുമിച്ച് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു.